ഓണം വാർത്തകളിലേക്ക്. ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം. തിരുവനന്തപുരം കനകക്കുന്നിലെ ചടങ്ങ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരമ്പരാഗത കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും സംഗീത ദൃശ്യവിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളും ഓഗസ്റ്റ് 30 വരെ നടത്തുന്ന ഓണാഘോഷത്തിന് മാറ്റുകൂട്ടും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികൾ അരങ്ങേറും. ഉദ്ഘാടന സമ്മേളനത്തിൽ നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാണ്. തലസ്ഥാന നഗരത്തിന് പുറമെ ജില്ലാ കേന്ദ്രങ്ങളിലും ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കനകക്കുന്നിലെ വേദിയിൽ നിന്നും അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. അർച്ചന, നമ്മൾ ഉത്രാട പാച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓണം പടിവാതിക്കൽ ഒരു കൈപ്പാങ്ങല് വന്നിരിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, കാണാൻ പറ്റും ഓണം മുന്നണം എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കനകക്കുന്നിലെ വിശേഷങ്ങൾ? മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ തിരുവനന്തപുരം ഓണാവാൻ എന്നുള്ളതാണ്. ഏകദേശം 5:30 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നു എന്ന വിവരമാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മന്ത്രിമാരായ K മുരളീധരൻ അടക്കമുള്ള PC വിഷ്ണു അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ അവസാനഘട്ട വിലയിരുത്തലുമാണ് ഈ മന്ത്രിമാരൊക്കെ തന്നെയും എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മന്ത്രി PC വിഷ്ണു അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്ററെ, എങ്ങനെയാണ് അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഓണാകാൻ പോവുകയാണ്. ഓൾറെഡി ഇന്നലെ മുതൽ ദീപാലങ്കാരമൊക്കെ ആയി നഗര ഓണത്തിന്റെ ആ പ്രതീതിയിലേക്ക് എത്തി. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ CM എത്തും. CM എത്തിയാൽ ഉടൻ തന്നെ ഭദ്രദീപം കൊളുത്തി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും. അതിനുശേഷം ശോഭനയുടെ പത്മഭൂഷൺ ശോഭന നൃത്താവതരണമുണ്ട്. അത് കഴിഞ്ഞു ഹരിശങ്കറിന്റെ പാട്ടായി. പിന്നെ ഇവിടെ മുഴുവൻ റെഡിയായി കഴിഞ്ഞു. ഫുഡ് ഫെസ്റ്റിവൽ, ട്രേഡ് ഫെയർ, വിവിധ അനുഭവങ്ങളുടെ കാഴ്ചകൾ ഒക്കെ കനകക്കുന്ന് നിശാഗന്ധി മൊത്തം ഓണമായി കഴിഞ്ഞു. അങ്ങനെ ഒരാഴ്ച അങ്ങ് കളർഫുൾ ആക്കാനുള്ള തീരുമാനം. എവിടെ ചെന്നാലും ഓണമായിരിക്കും. തിരുവനന്തപുരത്ത് എവിടെ ഇറങ്ങിയാലും ഓണമായിരിക്കും. ഇനി ഓണം മാത്രമായിരിക്കും. പ്രേക്ഷകർക്ക് ചെറിയൊരു പാട്ട് അങ്ങ് മൂളിയാലോ മിനിസ്റ്ററെ? എങ്ങനെയുണ്ട് ഒരു ഓണത്തിന്റെ പാട്ട് അങ്ങ് പ്രേക്ഷകർക്ക്? ലൈവാണോ? ഞാൻ ലൈവ് അല്ലെങ്കിൽ പതുക്കെ മാറായിരുന്നു. ഓണപ്പാട്ടെന്ന് പറയുമ്പോ ഏത് പാട്ടാണ് പാടുന്നത്? ഓർമ്മയിലുള്ള ഒരു ഓണപ്പാട്ട് അങ്ങ് ആച്ചാൽ. ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ ഉത്രാടപ്പൂ നിലാവേവാ. നാളെ ഉത്രാടമാണ്. എല്ലാവർക്കും ഉത്രാടത്തിന്റെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട്. മന്ത്രിയുടെ എന്നാലും അഡ്വാൻസ് ആയ ഉത്രാട ദിന ആശംസകൾ അടക്കം കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ പ്രേക്ഷകരിലേക്ക് കാണുന്നതിന് അത്രത്തോളം വലിയൊരു തിരക്ക് നമ്മളിവിടെ അനുഭവപ്പെടുന്നുണ്ട്. MLA-മാരായ G. സ്റ്റീഫൻ അടക്കമുള്ള അല്ലെങ്കിൽ GR അടക്കമുള്ള മിനിസ്റ്റർ MLA എങ്ങനെയുണ്ട്? ഒരുക്കങ്ങളെല്ലാം എങ്ങനെയുണ്ട്? ഓണമല്ലേ? ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ഒരു ഭേദവ്യത്യാസവും ഇല്ലാതെ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് വൻ വിജയകരമാകുക എന്നുള്ള മലയാളിയുടെ ആഗ്രഹമാണ്. അതിനനുസരിച്ച് പൊതുവിൽ വിജയകരമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം കളറായിട്ടുണ്ടല്ലേ? വളരെ കളർഫുൾ ആയിട്ടുണ്ട്. ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. നാടാകെ ഉണർന്ന് ഓണാഘോഷിക്കുകയാണ്. മതേതരത്വത്തിന്റെ സങ്കല്പമാണ് ഓണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി. ഓണത്തിന്റെ കാര്യത്തിൽ ഭേദചിന്താഗതികളൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അത് തന്നെയാണ്, എല്ലാവരും ഒറ്റക്കെട്ടായി ആഘോഷിക്കേണ്ട അത്രത്തിൽ വലിയൊരു ആഘോഷത്തിന്റെ പരിപാടികളാണ് ഇനി അടുത്ത മണിക്കൂറുകളെല്ലാം തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 5:30 മണിയോട് തന്നെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. മിനിസ്റ്ററെ, എങ്ങനെയാണ് അവസാനഘട്ട എല്ലാ പരിപാടികളും പൂർത്തിയായത്? എല്ലാ പരിപാടികളും പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങൾ ഈ ഓണാഘോഷം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത്തവണ കൂടുതൽ ആവേശമുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെ ബോണസൊക്കെ നേരത്തെ നൽകിയതുകൊണ്ട് അതിന്റെ ഒരു ആവേശമുണ്ട്. ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ ഓണറി ഉൾപ്പെടെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നൽകി കഴിഞ്ഞു. ഓണറിയും 1450 രൂപ വെച്ചിട്ടുള്ള ഉത്സവ ബത്തയും ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആവേശം മൊത്തത്തിലുണ്ട്. ജനങ്ങളുടെ ആവേശം മുഖത്തുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവേശമുണ്ട്. നന്നായി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ പോലും ജനങ്ങളുടെ ആവേശത്തിന് കുറവില്ല. അത് തന്നെയാണ്, ജനങ്ങളുടെ ആവേശത്തിന് കുറവില്ല എന്നുള്ളത്. അത്രത്തോളം ആളുകളെ നമ്മൾ ഈ സ്റ്റേജിലായി കാണുന്നുമുണ്ട്. ഇനി ആ 5:30 മണിയോടുകൂടി ഇനിയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു തിരക്ക് ഈ ഭാഗങ്ങളെല്ലാം അനുഭവപ്പെടും. കാരണം ഇത്തരത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമ്പോൾ എന്തായാലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അതായത് അവിടെ വലിയ ആഘോഷങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് മുഴുവൻ കേരളവും നമ്മുടെ ദേശീയ ഉത്സവമായ ഓണത്തിനെ ആഘോഷിക്കാനായിട്ട് വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.